മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗ കാലവും പ്രപഞ്ചം നിശ്ചലമാണെന്ന് മനുഷ്യർ കരുതിയിരുന്നത്. നക്ഷത്രങ്ങൾ ആകാശത്ത് തറച്ചു നിൽക്കുകയാണെന്നും ആകാശം ശാന്തമായും എല്ലാവർക്കും തോന്നി. അവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിശബ്ദവും ചലനമറ്റതുമാണെന്ന് മനുഷ്യർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. കരുത്തുറ്റ ദൂരദർശിനികളിലൂടെയും സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെയും ശാസ്ത്രജ്ഞർ തികച്ചും അപ്രതീക്ഷിതമായ ഒന്ന് കണ്ടെത്തി. ഈ പ്രപഞ്ചം നിശ്ചലമായി നിൽക്കുകയല്ല, അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗാലക്സികളും നക്ഷത്ര സമൂഹങ്ങളും പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൂന്യാകാശം സ്വയം വലിഞ്ഞു നീളുകയാണ്. ഇപ്പോൾ പോലും ഓരോ സെക്കൻഡിലും നമ്മുടെ അറിവുകളെയൊക്കെ മാറ്റിമറിച്ച കണ്ടെത്തലായിരുന്നു ഇത്. പക്ഷേ നമ്മെ ചിന്തിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന നിമിഷം ഇതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ദൂരദർശിനികൾ കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുൻപ്, ആധുനിക ശാസ്ത്രം പിറവിയെടുക്കുന്നതിനു മുൻപും വിശുദ്ധ ഖുർആൻ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രകാരം പറയുന്നു: ആകാശത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു. ആകാശം നിശ്ചലമാണെന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്ന കാലത്ത് പ്രപഞ്ചം സജീവമാണെന്നും അത് ചലനാത്മകമാണെന്നും ഖുർആൻ വിവരിച്ചു. ഇന്ന് ശാസ്ത്രം ഈ വികാസത്തെ സമവാക്യങ്ങളിലൂടെയും ഉപകരണങ്ങളിലൂടെയും വിശദീകരിക്കുന്നു. എന്നാൽ ഖുർആൻ സംവദിച്ചത് മനുഷ്യന്റെ ഹൃദയത്തോടായിരുന്നു. ഈ പ്രപഞ്ചം യാദൃശ്ചികമായി ഉണ്ടായതല്ലെന്ന് അത് നമ്മെ ഓർമ്മിപ്പിച്ചു. ഇതൊരു കൃത്യമായ രൂപകൽപ്പനയാണ്. ഓരോ പുതിയ കണ്ടെത്തലും വിശ്വാസത്തിന് വിരുദ്ധമല്ല, അതൊരു അടയാളമാണ്. ചിന്തിക്കുന്നവർക്കുള്ള അടയാളം, കേൾക്കാൻ തയ്യാറുള്ളവർക്കുള്ള അടയാളം. പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ വികാസത്തിനൊപ്പവും സത്യം കൂടുതൽ തെളിഞ്ഞു വരുന്നു.